In the name of the Father and of the പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ തിരുവിലാവിന്ന് ഞങ്ങളുടെയും ലോകത്തിലെ എല്ലാ ജനങ്ങളുടെയും പ്രത്യേക ക്രൈസ്തവ വിശ്വാസികളുടെയും ദൈവിക ജ്ഞാനത്തിനും വിശ്വാസത്തിനും ദൈവഭയത്തിനും വേണ്ടി ചിന്തപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനായ യേശുവെ അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ജൂൺ മാസത്തിൻ്റെ അവസാനത്തിലാണ്. ഈ മാസത്തിൽ തന്നെ ഈ മാസം 29-ാം തീയതി അപ്പസ്തോലന്മാരായ പത്രോസ്ലീഹായുടെയും പൗലോസ്ലിഹായുടെയും തിരുനാളാണ്. പിന്നെ താഴ്ചയിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അപ്പോസ്തലൻ എന്ന് പറയുന്ന, ശരിയാണ്, ചരിത്രം കൊണ്ട് അങ്ങനെയാണ് കാണിക്കുന്നത്, തോമാസിൻ്റെ തിരുനാളാണ്. അതിന് മാസം അവസാനത്തിൽ ഈശോയുടെ ശിഷ്യന്മാർ ഒരുവനായ യാക്കോബിന്റെ തിരുനാളാണ്. അങ്ങനെ അപ്പസ്തലന്മാർ 4 പേരുടെയും തിരുനാൾ ഈ 2 മാസങ്ങളായിട്ട് വരികയാണ്. അതിൻ്റെ അവസരത്തിൽ എന്തിനാണ് ഈ അപ്പസ്തലന്മാർ നാട് വിട്ടൊക്കെ പോയത്? എന്തിനാണ് ഈശോ മരിച്ചത്? എല്ലാ മതങ്ങളും നല്ലതാണെങ്കിൽ പിന്നെ അതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? എൻ്റെ ഒരു ചോദ്യം, ഈ മതേതരന്മാരെന്ന് പറയുന്ന തെറ്റായ വിധത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും മൂല്യങ്ങളെയും ഇതിനെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ശുദ്ധരായ മാധ്യമപ്രവർത്തകരോട്, പ്രത്യേകിച്ച് ഷാജി സക്രിയ തുടങ്ങിയ മറുനാടൻ മലയോട് അവൻ ഇന്നലെ ഒരു പ്രസംഗം പറഞ്ഞ് ഞാൻ കേട്ടു. അതാണ് ഇപ്പോൾ ഈ പറയാനുള്ളൊരു കാരണം. അതുപോലെ കുറച്ച് നാൾക്ക് മുമ്പേ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സ്നേഹമുള്ള മനുഷ്യനാണ് അദ്ദേഹം, PC ജോർജ്, ചാണ്ടി ഉമ്മനും കൂട്ടിയിട്ട്, ചാണ്ടി ഉമ്മനല്ല, അന്തോണിയുടെ മോനും കൂട്ടിയിട്ട് അവിടെ അമ്പലത്തിൽ കയറി പൂജ ചെയ്യണം. ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ ക്രിസ്ത്യ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവർക്ക് ബഹുമാനിക്കുക എന്നുള്ളതാണ്, അവർക്ക് ആചരിക്കാം. അവരെന്താണ് ആ മതത്തിൻ്റെ കാര്യം എന്നാണ് ഞാൻ വായിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളൊന്നും ബൈബിൾ വായിക്കില്ല. നിങ്ങളിങ്ങനെ ആചാരം പറയും, ഞങ്ങൾ പാല നസ്രാണിയാണ്, ഞാൻ ചങ്ങനാശ്ശേരി നസ്രാണിയാണ്, ഞാൻ തോമാസിയുടെ കുടുംബത്തിൽ പിറന്നൊക്കെ പറയുന്നല്ലാണ്ട് യേശുവിൻ്റെ വചനം എന്താ പറയുന്നത്? എന്തിനാണ് യേശു വന്നതെന്ന് തന്നെ ആദ്യത്തെ ചോദ്യം. ഞാൻ വചനം വായിക്കാം. 115 സങ്കീർത്തനാണ് ആദ്യം വായിക്കാൻ പോകുന്നത്. അത് ആദ്യം കേട്ടോളൂ. ടു യു ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം, മലയാളത്തിൽ എൻ്റെ ബൈബിളെ പിടിക്കാനോട് പറ്റില്ല ഇപ്പോൾ. ടു യു അലോൺ ലോർഡ്, യു അലോൺ ആൻഡ് നോട്ട് ടു us must glory be given because your constant love and faithfulness. ദൈവമേ, നിന്നോട് മാത്രം ഞങ്ങൾ കടപ്പെട്ടവനാണ്, നിൻ്റെ സ്നേഹത്താലും കരുണയാലാണ് ഞങ്ങൾ ജീവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും. എന്നിട്ട് ചോദിക്കുകയാണ്, why should the nations ask us, where is your God? Our God is in heaven. He does whatever he wishes. Other nations, their gods are made of silver and gold, formed by human hands. They have mouth but cannot speak. They have eyes but cannot see. They have ears but they cannot hear. They have nose but cannot smell. They have hands but cannot feel, and feet but cannot walk. They cannot make any sound. May all who made them and who trust in them become like idols they have made. Trust in the Lord, you people of Israel. He helps those who protect you. Trust in the Lord, you priests of God. He helps you and protects you. Trust in the Lord, all you worship him. He helps you and protects you. The Lord remembers us and will bless us. He will bless the people of Israel and all the priests of God. He will bless everyone who honors him, and the great and small alike. മറ്റൊരു സങ്കീർത്തനമുണ്ട്, 135. I know that the Lord is great. 130 സങ്കീർത്തനം 5-ാം വചനം. I know that the Lord is great, greater than all gods. സ്മോൾ ലെറ്റർ, വലിയ ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ ദൈവം, ചെറിയ ലെറ്റർ ഇംഗ്ലീഷ് പറയാം, ചെറിയ ലെറ്റർ ഇട്ട് ഗോഡ്, ഗോഡസ് ഒക്കെ പറഞ്ഞാൽ ദേവിമാരൊക്കെ ഉൾപ്പെടുന്നതാണ്. He does whatever he wishes in heaven and earth, in the seas and in the depths below. He brings storm clouds from the ends of the earth. He makes lightning from a storm. And he brings out
brings out wild wind from storeroom. Lord, 13 വചനം അതാണ്. 15, the gods of the nations are made of silver and gold. They are formed by human hands. They have mouths but cannot speak, eyes but cannot see. They have ears but cannot hear. They are not even able to breathe. May all who made them and who trust in them become like idols they have made. Praise the Lord, people of Israel. Praise Him, you priests of God. Praise the Lord, you the Levites. Praise Him, all you worship Him. Praise the Lord in Zion, Jerusalem, His home. Praise the Lord. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇംഗ്ലീഷ് മലയാളത്തിൽ പറയാം. മറ്റ് മതങ്ങളുടെ ദൈവങ്ങൾ നല്ലതാണ് ശരിയാണെന്നൊന്നും നമ്മൾ പറയണ ഇതല്ല, അത് അവിടെ ചിന്തകളാണ്. എല്ലാ മതങ്ങളിലും ഉണ്ട്. ഓരോ നാട്ടിലും ദൈവം മോസസിലൂടെ വെളിപ്പെടുത്തുന്നത് വരയ്ക്കും സത്യദൈവം ആരാണെന്ന് അവർക്ക് അറിയില്ല എന്ന് പറയാം. അബ്രാഹത്തിൻ്റെ വിളിയോടുകൂടി തുടങ്ങി മോസസിലൂടെ ദൈവം പ്രത്യക്ഷപ്പെട്ട് വിശ്വാസം നടത്തി. അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇന്ന് പുതിയ ഇസ്രായേൽ ആരാണ്? യേശുവിൽ വിശ്വസിക്കുന്ന ഈ ദൈവത്തിൻ്റെ പുത്രനും നമ്മുടെ രക്ഷകനുമായി ലോഗോസ് ദൈവവചനം, ദൈവത്തിൻ്റെ വരുളപ്പാട് മാംസം ധരിക്കുകയാണ് ഈശോയിലൂടെ. അങ്ങനെയാണ് ഈശോ കാലത്തിൻ്റെ ദൈവനിശ്ചയ സമയത്ത് മനുഷ്യനായി ഒരു യഹൂദനായി മറിയത്തിൻ്റെ കന്യകയായി ജനിക്കുന്നത്. അവിടുന്ന് ജനിച്ചതും മരിച്ചതും ഉത്ഥാനം ചെയ്തതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോ ഇത് മതങ്ങളെ നേരിട്ട് പറഞ്ഞില്ല. പക്ഷേ യേശു ചെയ്ത കാര്യങ്ങൾ വെച്ച് പഠിക്കുക. അത് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾ കേൾക്കണില്ല. യഹൂദന്മാരോട് പറയാണ്, യഹൂദന്മാരോട് പറഞ്ഞേ. ഫരീസാന്മാരും സദൂക്കായക്കാരും പിന്നെ ലോയേഴ്സൊക്കെയാണ് അവർ. ഫരീസന്മാർ അവിടുത്തെ നേതാക്കന്മാരാണ്. നമ്മുടെ നാട്ടിൽ കുറേ പ്രമാണി ഉണ്ടാവില്ല എല്ലാ ഇടവുകളിലും. അതുപോലെ കുറേ ഫരീസാന്മാർ പള്ളിയിൽ വരും, കാര്യം തല്ലുവിടാനുണ്ടാവും, അവരുടെ കാര്യം നടക്കണം ഒക്കെ ആയിട്ട് വരിക. അങ്ങനെയൊക്കെ ഇപ്പോൾ എല്ലാ കാലത്തും ഉള്ള കാര്യമാണ്. അപ്പോൾ പണ്ടും ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ അവരോട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്താലും ഈശോ ചെയ്താൽ തെറ്റവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ, ഞാൻ പറയുന്ന വചനങ്ങൾ ഇത് കേൾക്കുക. ഞാൻ പിതാവിൽ നിന്ന് വന്നവനാണ്. നിങ്ങൾക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഞാൻ ഉയർത്ത് എൻ്റെ പരിശുദ്ധാത്മാവിനെ പാരക്ലിറ്റിനെ നിങ്ങൾക്ക് അയക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അങ്ങനെയാണ് അപ്പോസ്തലന്മാരായ പത്രോസും പൗലോസും യാക്കോബ് സ്ലീഹായും തോമാസ് സ്ലീഹായും മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും ഈശോ പഠിപ്പിച്ച കാര്യം വ്യക്തമായത്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ പരിശുദ്ധാത്മാവില്ലാണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ദർശനങ്ങൾ അറിയാൻ നമുക്ക് ആർക്കും പറ്റില്ല. പലരും പോയിട്ട് റോമിൽ പോകണം, അവിടെ പോകണം, ലുവൈലിൽ പോകണം, അവിടെ പോകണമൊക്കെ പഠിക്കണം, ഡോക്ടറേറ്റ് എടുക്കണം. ചിലവരൊക്കെ നന്നായിട്ട് വിശ്വാസം കളഞ്ഞു പോരുന്നുണ്ട്. അതും വേറെ കാര്യമാണ്. പക്ഷേ ആ വിശ്വാസം കിട്ടാൻ വേണ്ടി ഇങ്ങനെ പഠിക്കണമെന്നൊന്നുമില്ല. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് എളിയ വിശ്വാസം മതി. ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കുക. ഇതൊരു പുതിയ നിയമത്തിൻ്റെ ഒരു പുസ്തകമാണ് ഞാൻ വായിച്ചത്. അതിൽ സങ്കീർത്തനങ്ങളുണ്ട്. നിങ്ങൾ ഇതിൽ എനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് ചെയ്യാൻ വേണ്ടി എടുത്തതാണത്. നമ്മുടെ വിഷയതല്ല. ഈശോ എന്തിനാണ് ജനിച്ചത്, എന്തിനാണ് മരിച്ചത്? എല്ലാ മതങ്ങളിലും ദൈവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മരിച്ചത്? ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ, എന്താ പറയുക, അടിസ്ഥാനപരമായ ചോദ്യം മതേതരന്മാരെന്ന് പറയുന്ന മതസൗഹാർദ്ദം പറഞ്ഞ് നടക്കുന്ന എല്ലാ മതസൗഹാർദ്ദമൊക്കെ നല്ലതാണ്. മത ഐക്യം എന്ന് പറഞ്ഞ് നടക്കുന്നു. ഞാനിപ്പോഴും ഓർക്കും, ഇന്ന് ശനിയാഴ്ച അന്ന് മാതാവിൻ്റെ നൊവേന ചൊല്ലുമ്പോൾ മത ഐക്യത്തിന് പ്രാർത്ഥിക്കാൻ. മത ഐക്യം ഉണ്ടാവില്ല ഒരിക്കലും. മതങ്ങളൊന്നും ഉണ്ടാവാൻ പറ്റില്ല. നമ്മൾ മതങ്ങൾ സൗഹാർദ്ദം ഉണ്ടാവണം. ഓരോ മതങ്ങളും അതിൻ്റേതായ ഓരോ ഗുരുമാർ തുടങ്ങിയതാണ്. ഈശോ സഭ സ്ഥാപിച്ചതെന്ന് പറഞ്ഞാൽ അച്ഛന്മാർ വ്യാഖ്യാനം ശരിയാണ്. പക്ഷേ ഈശോയുടെ അനുയായികൾ കൂടിയ ആ സമൂഹത്തിനാണ് ക്രിസ്തീയ സമൂഹം എന്ന് പറയുക. നസ്രായൻസ്, യേശുവിനെ പിന്തുടർന്നവരുടെ അവർ പിന്നീട് കൂട്ടമായി ഇപ്പോൾ അതിന് സഭ എന്ന് പറയുന്നു. ദ ചേർച്ച്, എക്ലേസിയ എന്ന് പറഞ്ഞ വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. അതിൽ മെത്രന്മാരും ഡീക്കന്മാരും വൈദികരൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് പണ്ട് കാലത്ത് പ്രസിപ്പിറ്റേഴ്സായിരുന്നു, ഡീക്കന്മാരുണ്ട്, ശുശ്രൂഷകരുണ്ട്. അപ്പത്തന്മാരും ഉണ്ടാക്കി പല ശിഷ്യന്മാരുടെ പേര് അവിടെ പറയുന്നുണ്ട്. ബർണബാസ്, മത്തയാസ്, നിക്കോളാസ് തുടങ്ങിയവരൊക്കെ അവിടെ ഇട്ട്, എൻ്റെ പേര് നിക്കോളാസ് പുറത്തൂരായതുകൊണ്ട് എടുത്ത് പറയാം. അങ്ങനെ ഒരു 7 ഡീക്കന്മാരുണ്ട്. ഇവരൊക്കെ നിശ്ചയിച്ചത് അപ്പസ്തോലന്മാരാണ്. അതാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. ആ വിഷയം വേറെ മറ്റൊരു വിഷയത്തിൽ പോകാൻ ഞാൻ ഇവിടെ വരുത്തുന്നില്ല. അപ്പം ഞാൻ വരുന്നത്, ഈശോ അപ്പസ്തോലന്മാരെ അയച്ചത് എന്തിനാണ്? നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ,
എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ ജ്ഞാനസ്നാനപ്പെടുത്താൻ ഈ വിശ്വാസം ഒന്നും നമ്മുടെ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ പറഞ്ഞ് വീമ്പളക്കുന്ന നസ്താനികൾക്കൊക്കെ കിട്ടിയത് സൂക്കേട് എന്താ? അപ്പനും അമ്മയും നസ്താനിയായി, മാതാവ് അമ്മ കൊന്ത ചൊല്ലിയിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഉദാസി കഴിച്ചിട്ടുണ്ട്, കല്യാണം പള്ളിയിൽ കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നസ്താനിയായി. അല്ല, വിശ്വാസത്തോട് സ്വീകരിക്കണം. അതിനാണ് പ്രായപൂർത്തിയാകുന്ന പിള്ളേർക്കൊക്കെ രണ്ടാം പത്തിയ സൂനത്തിന് ശേഷം 66-68 ശേഷം പ്രായപൂർത്തിയാർക്കാണ് ഈ കൺഫർമേഷൻ കൊടുക്കേണ്ടത്. അതും നമ്മുടെ സീറം മലബാർ സഭയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പോവുക. അങ്ങനെയുള്ള തെറ്റായ പറഞ്ഞാൽ അവിടെ പോകണം. അതും ആരാധകർമ്മത്തിൻ്റെ മാത്രമല്ല, അത് വിശ്വാസത്തിൻ്റെ കാര്യം കൂടി എനിക്ക് എതിർപ്പുള്ള കാര്യമാണത്. അത് സത്യം അതിനല്ല. എന്താണ് വിശ്വാസത്തിൽ കൺഫേം ചെയ്യണമെങ്കിൽ കുഞ്ഞുനാൾ നമ്മൾ മാമൂസ കൊടുത്തു. എന്താണ് കാരണം? അപ്പൻ്റെ അമ്മയുടെയും വിശ്വാസത്തിൽ നമ്മൾ വളരെ നല്ല ബോധ്യം കൊണ്ട്. അല്ലെ ക്രൈസ്തവ സമൂഹം, ഇന്ന് ക്രൈസ്തവ സമൂഹം ഒന്നും ഇടപെടാറില്ല. മാമൂസിക്ക് വരെ തലതൊട്ടപ്പൻ ഉത്തരവാദിത്തം എടുക്കേണ്ടവരാണ്. അവരൊക്കെ ബന്ധുക്കളാവാം, പക്ഷെ പള്ളി വിശ്വാസമുള്ളവരാവില്ല. അങ്ങനെ പലതുമുണ്ട്. ചിലത് നമ്മൾ സഭ തിരുത്തിക്കൊണ്ടിരിക്കുന്നു. സഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ. ഇവിടെ അത് ചടങ്ങാണ്. കൂട്ടത്തോടെ കൂടെ മാമൂസ് വലിയ കാര്യമായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് വയറ്റൊക്കെ ഇട്ട് മാമൂസ് മുങ്ങും. ഒരു ബാലപാഠങ്ങളിൽ പഠിപ്പിക്കില്ല. അത് കഴിഞ്ഞ് കുട്ടികൾ 14 വയസ്സ് വരെ കാത്തിരിക്കും. അതുവരെ കുട്ടികൾ എന്താ പഠിക്കുന്നത് അവർക്കൊന്നും അറിയില്ല. അങ്ങനെ പല പള്ളികളിലും ഞാൻ ഈ ഇടയ്ക്ക് അമേരിക്ക ഒരു പള്ളിയിൽ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ഈ സ്റ്റൈൽ ലെവലത്ത് പോകുമ്പോൾ അവിടെ സ്വീകരിക്കാൻ വന്ന ആ പിള്ളേർക്കോ അവിടെ കുർബാന ചെല്ലിയ വികാരി അച്ഛനോ ഒരു ജർമ്മൻ അമേരിക്കൻ അച്ഛനായിരുന്നു. അവിടെയുള്ള ദീക്കന്മാർക്കൊന്നും അറിയില്ല. ഈ ആൾക്കാർ പിള്ളേർ വന്ന് കുർബാന പിടിച്ചാൽ എന്താ ചെയ്യണമെന്ന് ചോദിക്കാനോട് ഞാൻ ആൾക്കാരിന്ന് കുർബാനയ്ക്ക് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് അതിൻ്റെ പഠനം ഞാൻ അച്ഛനെ കണ്ട് നിർത്തി. അപ്പം ഇവിടെ എൻ്റെ മലയാളി എൻ്റെ പിള്ളേർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് കാര്യമില്ല അച്ഛാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ മോനെ നിങ്ങളവിടെ പുറത്ത് നിൽക്കുക, ഞാൻ അച്ഛനെ കണ്ടിട്ടേ പോരുള്ളൂ എന്ന് പറഞ്ഞ് ആ പള്ളിയിൽ നിന്ന് ന്യൂജേഴ്സിയിലാണത്. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഫാദറേ എനിക്കൊരു കാര്യം പറയാണ്ട്, ഈ 150ഓളം പിള്ളേർ വലിയ ആഘോഷമായിട്ട് നിങ്ങൾ സ്റ്റൈൽ ലേപനം കൊടുത്തു, പക്ഷേ അവരൊക്കെ എത്ര പേർക്ക് വിശ്വാസം കിട്ടിയിട്ട് വെച്ചാൽ അവർ വന്ന പിള്ളേർക്ക് പോലും പലർക്കും ഇത് കൈ പിടിച്ചൊരു ഓച്ചി പിടിച്ച് പുറത്ത് പോകണ കണ്ടു. ഞാൻ കൂടെ വന്ന നമ്മുടെ സ്പോൺസർമാർ തലത്തോട്ടന്മാർക്കും അറിയില്ല. അവരും ചോദിക്കുക വാട്ട് ഐ ടു ചിലവരുടെ കാര്യം പറയാം, എല്ലാവരും ഇല്ല. അപ്പോൾ പൊതുവായിട്ട് വേദപാഠം നന്നായി പഠിപ്പിക്കാതെ കണ്ട് ചെയ്യാണ്. അപ്പോൾ അവിടെയും വിശകാണ്. അപ്പോൾ നമ്മൾ വിശ്വാസം വളർന്നുകൊണ്ട് പ്രഖ്യാപിച്ചിട്ട് ബോധ്യമുള്ളവർക്കാണ് സ്റ്റൈൽ ലേപനവും മറ്റു കുർബാനയും കൊടുക്കാൻ പാടുള്ളൂ. എന്നാലും അതിന് അർത്ഥമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തൊക്കെ നടക്കുന്നത് പോലെ എല്ലാവരും കുർബാന ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ പിള്ളേർ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസം അപ്പനും അമ്മയും അമ്മാമ്മയും പറഞ്ഞുകൊണ്ടാണ് ഞാൻ മാമൂസും എന്ന് പറയുന്നത് ഗതികേട്. അപ്പോൾ വിശ്വാസം കിട്ടുന്നത് ദാനമാണ്, അത് വചനത്തിലൂടെയാണ്, അത് പഠനത്തിലൂടെയാണ് എന്നുള്ള ആദ്യം മനസ്സിലാക്കി. ഞാൻ അധികം പറഞ്ഞ് നിങ്ങൾ ഈ വീഡിയോ കൂട്ടിയാൽ ചിലപ്പോൾ യൂട്യൂബിൽ കയറില്ല, അതുകൊണ്ട് പറയില്ല. അപ്പോൾ എല്ലാ മതങ്ങളിലും ആചാരങ്ങളുമുണ്ട്, ദൈവങ്ങളുമുണ്ട്. ഇനി നമ്മുടെ ഹിന്ദു മതത്തിൽ പറഞ്ഞു വന്നാൽ നമ്മുടെ ചരിത്രം പറയുന്നത് ആര്യന്മാർ ഇന്ന് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഹിന്ദുകുഷ് നദി എന്ന് വന്നിട്ടുള്ള ഒരു ആര്യവംശജരാണ്. അവർ നോർത്ത് ഇന്ത്യയിൽ അവിടെ വന്നപ്പോൾ സൗത്ത് ഇന്ത്യ അവിടെയൊക്കെ നമ്മളൊക്കെ ഡാർക്ക് സ്കിന്നുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ താഴേക്ക് പോകുന്നു. അവരാണ് ദ്രവീഡിയന്മാരെന്ന് നമ്മൾ പറയുന്നതാണ് ചരിത്രം. ഞാൻ ചരിത്രത്തിൻ്റെ ഒരു പഠിച്ച ഒരാളായതുകൊണ്ട് അത്ര എനിക്കറിയാം. പക്ഷെ അത് സ്ഥിരീകരിക്കാൻ ഞാൻ ആളല്ല, ആർക്കും പരിഹരിക്കാൻ പറ്റില്ല. സത്യം അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ വന്നാലും കേരളത്തിൽ നമ്മുടെ കളർ കുറച്ച് നോർത്ത് ഇന്ത്യക്കാർക്ക് അഹങ്കാരം കൊടുക്കാൻ അവർ ഞങ്ങൾ കുറച്ചുകൂടി നല്ല തൊലി കട്ടിയുള്ളവരാണെന്ന് പറയും ആ നോർത്ത് ഭാഗത്തുള്ളവരൊക്കെ. എന്നാൽ അവിടെയും കർമ്മന്മാരില്ലേ, തലുവില്ലേ, ആദിവാസികളില്ലേ, ഓക്കെ. അപ്പോൾ ആര്യവംശം തുടങ്ങിയ ആ വേദങ്ങളുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഹൈന്ദവ മൂല്യങ്ങളുടെ കാര്യം. അതിൽ തന്നെ സാമവേദം നമ്മുടെ പൂജകൾ പറ്റിയാണ്. അതുപോലെ യജുർവേദം മരുന്നുകളെ കുറിച്ച് പറയാം. ആയുർവേദമൊക്കെ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പിന്നെ യോഗാദിനം എന്നും പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ, അതൊരു ഭാഗമാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു മിഷണറിയായി തീരുകയാണ്. ഇന്ത്യയുടെ പേരും പറഞ്ഞുകൊണ്ട് അയാൾ ഹിന്ദു മതത്തിൽ കൊണ്ടുവരുന്ന ആൾക്കാരെ ഈ വിശ്വാസം നഷ്ടപ്പെടുത്ത അമേരിക്കയിലും കാനഡയിലും പുറത്തൊക്കെയുള്ള നമ്മുടെ വെള്ളക്കാർ കൊറോണയ്ക്ക് ചമ്രം പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കേൾക്കുന്നതും പഠിക്കുന്നതാണ് ഭഗവത്ഗീതയും ഗീതയിലെ പാട്ടുകളൊക്കെയാണ്. അത് നമ്മളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞാനത് കണ്ടു. അതിൽ തെറ്റൊന്നും ഞാൻ പറയില്ല. ഒരു ആരോഗ്യത്തിന് നല്ല തന്നെയാണ്. അയാളും അമീഷായും എല്ലാവരും കൂടി യോഗ ചെയ്യണമൊക്കെ ഞാൻ ഇന്ന് കാണുമായിരുന്നു രാവിലെ ന്യൂസിൽ. അപ്പോൾ ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ അതിലൂടെ വയ്ക്കുന്ന ഗാനങ്ങളും പാട്ടുകളിലൂടെയും അതിലൂടെ ഹൈന്ദവ സാഹിത്യങ്ങൾ പ്രചരിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ടെന്ന ഒരു ഇൻ്റർനാഷണൽ മിഷണറി കൂടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മോഡിജി. അത് UN തുടങ്ങി 15-14 അപ്പോൾ അത് കേട്ടപ്പോൾ അയാളുടെ ഇതിൽ പെട്ടുപോയി എല്ലാവരും. നല്ല കാര്യം നടക്കട്ടെ. പക്ഷേ ഉള്ള ഗുണമുണ്ട് ദോഷമുണ്ട്.
ഒരു ആരോഗ്യത്തിന് ഉപകാരപ്പെട്ട ഇതാണ്. ആ യോഗത്തിലെ പല ആസനങ്ങളൊക്കെ നമ്മുടെ ഉദരത്തിനും വയറ്റിനും എല്ലാറ്റിനും ബുദ്ധിയൊക്കെ നല്ലത് തന്നെയാണെന്ന് ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ അതിന് എന്തുകൊണ്ട്, പക്ഷേ ഈ യോഗമൊക്കെ ഒരു ഭാഗമാണ്, വേദങ്ങളുടെ യജുവേദത്തിൽപ്പെട്ട ഒരു ഭാഗമാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കണം. സാമവേദം, പിന്നെ എന്താ പറയുക, ആ വേദങ്ങളുടെ ആദ്യത്തെ വേദത്തിലൊക്കെയാണ് ദൈവങ്ങളെക്കുറിച്ച് പറയുക. അങ്ങനെ 4-5 വേദങ്ങളുണ്ട്. ആ സാമവേദം, യജുർവേദം, പിന്നെ ഞാൻ പേര് മറന്നുപോയി, ഏതായാലും ഇല്ല. മറ്റിലാണ് ഫിലോസഫി പറയുന്നത്, ദൈവങ്ങളെക്കുറിച്ചൊരു വിശദീകരണം. അങ്ങനെ ഈ പൗരോഹിത്യ വർണ്ണം, അതിന് ഫലമായിട്ട് തന്നെയാണ് ഈ ബലികളർപ്പിക്കുക. സാമവേദത്തിൽ ഇത് പറയുന്ന ബലികളർപ്പിക്കാൻ, ഹോമബലി, യാഗങ്ങൾ, യാഗം എന്ന് പറയുന്നതൊക്കെ അർപ്പിക്കാൻ പുരോഹിത വർഗത്തെ, അത് ബ്രാഹ്മണന്മാർക്കാണ് കൊടുത്തിരിക്കുന്നത്, അവരാണ് അതിന് അധികാരം. അപ്പോൾ ബ്രാഹ്മണ വർഗം അവരുണ്ടായത് അങ്ങനെയാണ്. അവരെ സഹായിക്കാൻ, അവരെ നാട് സംരക്ഷിക്കാൻ ക്ഷത്രിയന്മാർ, പട്ടാളക്കാർ, കച്ചവടം നടത്താൻ കൃഷി ചെയ്യാൻ വൈശ്യന്മാർ, ശൂദ്രന്മാരുണ്ടായിരുന്നു. നാലാമത്തെ ഗ്രൂപ്പ് അതാണ് കാസ്റ്റ് ജാതി. അത് വേദങ്ങളിൽ നിന്നുണ്ടായതാണ്. അത് അവർ കുറ്റമായിട്ട് കാര്യമൊന്നുമില്ല, അവിടെ അങ്ങനെയാണ് വളർത്തിയെടുത്തത്. അതിൻ്റെ ഒരു ഫിലോസഫിയായി മാറി. ഹൈന്ദവ സംസ്കാരത്തെ അടിസ്ഥാനം അവിടെയാണ്. പിന്നെ നമ്മൾ കാണുന്ന പുരാണങ്ങളുടെ കാലമാണ്. അതാണ് രാമായണവും മഹാഭാരതവും ഒക്കെ. അതൊക്കെ പുരാണങ്ങളിൽ പെട്ടതാണ്. അതിൽ ഈ ആദ്യമ പിന്നെ എന്താ പറയുക, ഋഷിമാർക്കും മുനിമാർക്കും അതിൽ വലിയ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഒരാൾ കാളിദാസ് എഴുതി വെച്ചു, അതൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് ചിലപ്പോൾ തർക്കമൊക്കെ ഉണ്ടാക്കണ്ട. അത് ഒരു കാര്യമുണ്ട്, ആ ദൈവങ്ങൾക്കൊന്നും കണ്ണും മൂക്കൊക്കെ ഉള്ളൂ. ഈ ആനേറും മൂക്കുള്ള ഗണപതിയും പിന്നെ കുരങ്ങനുള്ള എന്താ പറയുക, സീതനെ രക്ഷിച്ച ആളാണ്. അപ്പോൾ അതും ദൈവം. ഇതൊക്കെ പറയുന്നത് ഈ 21 പറയുമ്പോൾ അത് നമ്മൾ ചിന്തിക്കണം. ബുദ്ധിയുള്ള മനുഷ്യർ, നമ്മളവരെ കളിയാക്കാൻ ഞാൻ ഇല്ല. അവരുടെ വിശ്വാസവും ഭക്തിയും ഞാൻ ഇപ്പോഴും അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ അത് ക്രിസ്ത്യാനികളൊക്കെ വരുമ്പോൾ ചിന്തിക്കണം. ഇതൊക്കെ ചെയ്യുന്ന സഹതാപം തോന്നേണ്ടത് നമുക്ക്. പറിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ ആ ശബരിമല കാലത്ത് ഞാൻ കണ്ടത്. അവിടെ ശബരിമല അയ്യപ്പൻ ഭയങ്കര തർക്കമായിരുന്നല്ലോ. അതിലൊരുത്തൻ നമ്മുടെ രാഹുൽ ഈശ്വർ, അവൻ അവിടെയൊക്കെ പഠിച്ചൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അവിടെ പ്രതിഷ്ഠയാണ്, സങ്കല്പമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കിലൂടെ ഞാൻ എടുത്ത് പറയുകയാണ്, പന്തല രാജകുമാരൻ്റെ ഒരു മകനായിരുന്നു അയ്യപ്പൻ എന്നാണ് ഞാൻ കേട്ടത്. അദ്ദേഹം ഒരു മുനിയായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മളെ പുണ്യാളെന്ന് പറയുന്ന പോലെ ബെനഡിറ്റോസ് പുണ്യാളെ പോലെ സന്യാസം നടത്തുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. അത് ദൈവമൊന്നുമല്ല. അപ്പോൾ സ്വാമീന്ന് വിളിക്കുമ്പോൾ ദൈവമായി. സ്വാമീന്ന് വിളിച്ച വൈദികനും പൂജാരിന്നും അർത്ഥമാവാം. ഈ കാവ്യവസ്ത്രം, ഞാനാണ് കാവ്യിട്ടിരിക്കുന്നത്, കാവ്യൊന്നല്ല, ഇത് വേറെ യൂക്കർ കോൺഗ്രസിൻ്റെ ഒരു ടീഷർട്ട് കിട്ടിയതാണ് ഇന്ത്യാനയിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അതൊക്കെ സങ്കല്പം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുണ്ടായ സങ്കല്പങ്ങളാണ്. ആ ദിവ്യനായിരുന്നു മനുഷ്യൻ. അദ്ദേഹത്തിന് ഉപവാസം തപസ്സും കൊണ്ട് അദ്ദേഹത്തിന് പലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകും അയ്യപ്പന്. അതുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അവരൊന്നും ദൈവങ്ങളല്ല എന്നുള്ളതാണ് ബൈബിൾ ബേസ് ഞാൻ പറയുക. ഒരു ദൈവമുള്ളൂ, യഹൂദന്മാർക്കും ഒരേ ദൈവമുള്ളൂ, യഹോവ എന്ന ദൈവം. ആ ജീവനുള്ള ദൈവം, സൃഷ്ടാവായ ദൈവം, എല്ലാം പരിപാലിക്കുന്ന ദൈവം, ഈജിപ്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷിച്ചുകൊണ്ട ദൈവം, ഇന്ന് മഴയും കാറ്റും കൊടുങ്കാറ്റും ഒക്കെ തരുന്നത് ക്ലൈമറ്റുകാരോടൊന്നല്ല, ദൈവം കൊടുക്കുന്ന ചില പെടകളായിരിക്കും ചിലപ്പോൾ. എന്നിട്ട് കണ്ണു തുറക്കാത്തവർക്ക് ഉണ്ടാവാം അമിതമായ വെള്ളപ്പൊക്കമൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന തോടുകളും തോണുകളൊക്കെ പല അതും വേറെ കാലാവസ്ഥയിൽ പോവല്ലേ ഞാൻ. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ദൈവമാണ്. ആ ദൈവമാണ് സജീവ ദൈവം. ആ ദൈവമാണ് യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ടത്. ആ ദൈവത്തെയാണ് ദൈവപിതാവ് എന്ന് നമ്മൾ വിളിക്കുക. അവിടുത്തെ പുത്രനായ യേശുവാണ് നമ്മുടെ രക്ഷകൻ. അപ്പോൾ യേശു രക്ഷകനായി മരിച്ചത് എന്തിനാണ്? പിതാവ് സത്യമായ ദൈവത്തിലേക്ക് കൊണ്ടുവരാനാണ്. അല്ലാണ്ട് നമുക്കൊരു മാമോസം ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയാൻ മാത്രം അല്ലതല്ല. യേശു നമുക്കൊരു സഹിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്തത് നമ്മൾ അവർ വിശ്വസിച്ച് വഴിയായിട്ട് അവിടുത്തെ നാമത്തിൽ സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളാവുകയും അതുവഴിയായിട്ട് വിശുദ്ധ കുർബാന തൻ്റെ ശരീരത്തെ സ്വീകരിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന കൂദാശകളാണ് മാമോദിസായും സ്ഥൈര്യലേപനവും കുർബാനയും, വിശുദ്ധ കുർബാനയും. അത് കൈകാര്യം ചെയ്യാനുള്ള പൗരോഹിത്യം. പിന്നെ വിവാഹവും അതുപോലെ തന്നെ പരിശുദ്ധമാണെന്ന് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുകയാണ്. പത്രോസിയുടെ ലേഖനത്തിലും പൗലോസിൻ്റെ ലേഖനത്തിലൊക്കെ ഉണ്ട്. പത്രോസിൻ്റെ ലേഖനം 1-ാം ലേഖനം 7-ാം അധ്യായത്തിലും. അതും ഇപ്പോൾ എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആ കൂദാശകളിലൂടെ യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ
അവിടുത്തെ കുരിശുമരണത്തിലെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ് നമ്മുടെ കൂതാശകളിലൂടെ. ഇതൊക്കെ ചുരുങ്ങിയ തോതിലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട എൻ്റെ വൈദിക സഹോദരന്മാർ ഓർപ്പിക്കണം. അവിടെ പൈസ അടച്ചു, ഓഫീസിൽ പൈസ അടച്ചു, വെടിക്കെട്ട് കൊടുത്തു, ലൈറ്റിന് കൊടുത്തു, അതുകൊണ്ട് മാമൂസ് മുക്കുക, അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഫുഡ് അടിക്കുക. ഇതാണ് മാമൂസ് എടുത്തിരുന്നത്. അങ്ങനെ തകർന്നു. ഇതാണ് ഈ അമേരിക്കയിലും കാനഡയിലും സംഭവിച്ച തകർച്ചയുടെ കാരണം. ഇവിടുത്തെ അച്ഛന്മാർ തലതിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അവർ വിശ്വാസമില്ല, അവർക്ക് കൊന്തെത്തിക്കാൻ താല്പര്യമില്ല, പ്രാർത്ഥന താല്പര്യം. കുംസാരമില്ലാണ്ട് തന്നെ കുർബാന സ്വീകരിക്കും. കുംസാരം ഇല്ല, കുർബാന ഒരു ഭക്ഷണമായിട്ട് മാറ്റി, ഒരു സമൂഹ ബലിയാണ്. അപ്പോൾ എല്ലാവർക്കും കൈ കൊടുക്കുക, ഉമ്മം വയ്ക്കുകയൊക്കെ ചെയ്യാം, കൈ പിടിച്ച് എന്താ ചെയ്യുന്ന അറിയില്ല. ഇതൊക്കെയാണ് പഠിപ്പിക്കണേ. അങ്ങനെ വന്നുകൊണ്ട് സഭ തകർന്നു പോയി. ഇനി ഇത് ഉണർന്നു വരുന്നു. അതുകൂടി ഞാൻ ഇടയ്ക്ക് പറയാം. ഞാൻ ക്യൂബക്ക് മോൺട്രിയലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ പള്ളിയിൽ പൂട്ടി കഴിപ്പോൾ കുറേ അച്ഛന്മാർ, പുതിയ അച്ഛന്മാർ വന്നപ്പോൾ ഉണർവുണ്ടായിട്ടുണ്ട്. സഭ ഒരിക്കൽ ചത്തുപോകും, പിന്നെ ഉയർത്തി വരും. അത് മറ്റൊരു വിഷയം. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചതി ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ മെത്രാന്മാരും വൈദികരും ഈ അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾ ചുരുങ്ങിയ ഈ പറഞ്ഞ പോലത്തിൽ ഈശോ എന്തിനാണ് സഹിച്ചാൽ മരിച്ച, എന്താണ് മാമൂസയുടെ അർത്ഥം, എന്തിനാണ് നമ്മൾ മാമൂസ് സ്വീകരിക്കുന്നത്, കുർബാനയുടെ അർത്ഥം എന്താണ് വ്യക്തമായിട്ട് പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സാമൂഹ്യ നീതിയും മറ്റൊക്കെ പറയാൻ പാടുള്ളൂ, പറയേണ്ടത് ആവശ്യമുള്ളൂ. വിശ്വാസമുള്ളവന് അതൊക്കെ ചെയ്തോളും, ചെയ്യണം. വിശ്വാസമായിട്ട് പുറംപൂച്ചോ നടക്കുന്നവർക്കൊക്കെ പള്ളിയിൽ പോകുന്നത് എന്തിനാണ്, ഞാൻ കമ്മിറ്റി വിൻസെൻ്റ് പോളിലുണ്ട്, ഞാൻ മറ്റേ കമ്മിറ്റിയിലുണ്ട്, ഞാൻ ഫണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ഫുഡ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ ദാനധർമ്മം ചെയ്യുന്നുണ്ട്, അതിനൊക്കെയാണ്. അങ്ങനെ ആളെക്കാട്ടുള്ള കമ്മ്യൂണിറ്റി ഷോ ആയിട്ട് മാറുകയാണ്. അങ്ങനെയല്ല നമ്മുടെ ഇടവക വളരേണ്ടത്, സഭകൾ വളരേണ്ടത്. അപ്പോൾ അത് കേൾക്കുന്നപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഞാനിതൊന്ന് പറയുമ്പോൾ ആൾക്കാർ എന്ത് അച്ഛൻ പഴയ ഇതൊക്കെ പറയുന്നത് ചോദിക്കാനോട് ചോദിക്കാറുണ്ട് പിള്ളേർ. പക്ഷേ എനിക്കതിൽ നാണക്കേടൊന്നുമില്ല, പറയേണ്ടത് എൻ്റെ കടമയാണ്. 51-52 കൊല്ലാണിത്. അപ്പോൾ അതിനാണ് ഞാൻ ഈ പൗരോഹിത്യം സ്വീകരിച്ചത്. മിഷണറിയായി പല സ്ഥലത്ത് പോയത്, പല നാടുകളിലും പോയി. അവിടെ ചെന്നപ്പോൾ ആഫ്രിക്കയിൽ ചെന്നപ്പോൾ ജർമ്മൻകാർ അച്ഛന്മാരാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കണ്ടു. അവരെ കുറ്റം പറയാൻ ഞാൻ അർഹനല്ല. എങ്കിലും അവരൊന്നും വേണ്ട വിധത്തിൽ വിശ്വാസം പഠിപ്പിച്ചില്ല. അത് പറഞ്ഞ മറ്റു ഇതുപോലെ തന്നെയാണ് പലയിടത്തും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും 2018 പച്ചമാമ എന്ന് പറയുന്ന ഒരു നേറ്റീവ് ഇന്ത്യക്കാരുടെ, ഇവിടെയുള്ള തദ്ദേശീയരെയാണ് നേറ്റീവ് ഇന്ത്യൻസ് എന്ന് പറയും, ഫസ്റ്റ് നേഷൻ. അത് അമേരിക്കയിൽ അവർ ബ്രസീലിന് കൊണ്ടുവരിക ആമസോൺ കാടുകളിൽ നിന്ന്. അതിൻ്റെ ഒരു പ്രതീകം, ഒരു പ്രതിമ, ഒരു നൗകയിൽ, ഒരു വഞ്ചിയിൽ ഒരു ഗർഭിണിയാപ്പെടുന്നത്, അത് ഭൂമി ദേവിയാണ്. നമ്മൾ പറയില്ല ഭൂമി ദേവി. അപ്പോൾ ഭൂമി ദേവിയാണ്, ദൈവമാണ്, പ്രകൃതി ദൈവം. അപ്പുറത്തൊരു ദൈവം എന്ന് അവർ പറയില്ല. ഇത് തിരിച്ച് പറയുന്നതിന് പകരം അവിടെ 50 കൊല്ലം വർക്ക് ചെയ്ത ജർമ്മൻ ജെസ്യൂട്ടുകാർ ഒരൊറ്റ മാമൂസ് മുക്കിയിട്ടില്ല എന്നൊക്കെ പള്ളിയിൽ വരും. എന്തിനാ എനിക്കറിയാം എന്താ ചെയ്തതെന്ന്. അതിനെ തിരുത്തുവാനുള്ള ധൈര്യം മരിച്ചു പോയ മാർപ്പാപ്പ ചെയ്തുമില്ല. ആ വിഗ്രഹമൊക്കെ നമ്മുടെ പള്ളി കയറ്റി വെച്ചു. നിങ്ങൾക്ക് ആർക്കും അടച്ചു, അദ്ദേഹം മരിച്ചുപോയി. നമ്മുടെ മാർപ്പാപ്പൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ. പുതിയ മാർപ്പാപ്പ തമ്പുരാൻ തന്നതാണ്. കുറേ നാളത്തെ ഇങ്ങനെ തെറ്റായ പഠനങ്ങൾ പോകുമ്പോൾ തിരുത്താനായിട്ട് ദൈവം തന്നെ അപ്പത്തോൻ്റെ പത്രോസിയുടെ സ്ഥാനത്ത് നല്ല മാർപ്പാപ്പന്മാർ തരികയാണ്. നല്ലെന്ന് പറഞ്ഞ വെളുത്താകുന്ന അർത്ഥത്തിലല്ല, വിശ്വാസദാർഢ്യമുള്ള, അപ്പസ്തലന്മാരുടെ ചൈതന്യമുള്ള, വേഗമുള്ള, ധൈര്യമുള്ള വ്യക്തികളെ നമുക്ക് സഭയ്ക്ക് തരികയാണ്, മാർപ്പാപ്പയായിട്ട് മെത്രന്മാരായിട്ടൊക്കെ. ഈ അപ്പസ്തലന്മാരുടെ പ്രതികളായ മെത്രന്മാർക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഞാനപ്പോൾ ഉപദേശിക്കാൻ ഞാൻ ആളല്ലെങ്കിലും ഒരു ചേട്ടൻ, ഒരു സഹോദരനെ പോലെ, സഹോദരനെ പോലെ പറയാനുള്ള അവകാശം എനിക്കുമുണ്ട്. കാരണം കാണുമ്പോൾ സങ്കടവും വേദനയും ദുഃഖമുള്ളത് കൊണ്ട് പറയുകയാണ്. ഞാൻ വായിച്ച സംഗീതങ്ങളൊന്ന് വായിച്ചു കൊടുക്കുക. ഈ പുറംജാതികളെ ജീവിക്കുമ്പോൾ, ഹിന്ദുക്കളെ കൂടെ ജീവിക്കുമ്പോൾ അവരുടെ എല്ലാ ആചാരങ്ങളും അവർ നടത്തിക്കോട്ടെ. നമ്മളതിനെ കുറ്റം പറയാൻ പോവല്ല, നമ്മുടെ ആൾക്കാർ വിശ്വസിച്ച് കൊടുക്കണം. അതാണ് ഞാൻ ചെയ്യുന്നത്. അവർ അയ്യപ്പനെ കണ്ടാലും പിന്നെന്താ പറയുക, ശിവലിംഗത്തെ തൊട്ടുമുത്തിയാലും, അതുപോലെ തന്നെ ഈ വേറെ പേര് വാരനല്ല, നമ്മുടെ കുരങ്ങളെ ആരാധിച്ചാലും, പാമ്പിനെ ആരാധിച്ചാൽ, നാഗദേവങ്ങളൊക്കെ ആരാധിച്ചാലും നടത്തിക്കോട്ടെ. അത് തെറ്റാണെന്ന് പറയാനുള്ള ബോധ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം വൈദികർക്ക് നമ്മുടെ വിശ്വാസത്തോട് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? അതാണ് എൻ്റെയൊക്കെ ദൗത്യം. അതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഷാജനോട് പറയാനുള്ളത്, മോനെ സഹോദര, താങ്കൾ അവിടെ പോയിട്ട് വലിയ പുണ്യമൊക്കെ പറഞ്ഞ് ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്, കർദിനാൾ ആലഞ്ചേരിയുടെ കൂട്ടുകാരെന്നൊക്കെ നീ പറഞ്ഞെങ്കിലും തനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി. എല്ലാ മതങ്ങളും ദൈവമില്ല, ആ കപ്പുച്ചരിച്ച പഠിപ്പ് തെറ്റാണ്. അങ്ങനെ കുറേ അച്ഛന്മാർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, കാനഡയിലും ഉണ്ട്. അങ്ങനെ തെറ്റായി പഠിപ്പിച്ചത് കൊണ്ടാണ് എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളവർ. എല്ലാ വൈദികർക്കും സത്യസന്ധമായി പറയില്ല. അവർ വലിയ പുരോഗമനം കാണിക്കാൻ വേണ്ടി ചിലത് പറയുമ്പോൾ അബദ്ധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും ഒന്നുപോലെയല്ല. ഏകദൈവം ഒരാളും ഉള്ളൂ.
ആ ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണ് ക്രിസ്തു എന്ന് പറയുന്ന എല്ലാ ക്രൈസ്തവരും, അത് പെന്തക്കോസ്തായാലും പ്രൊട്ടസ്റ്റൻ്റ് ആയാലും കത്തോലിക്കനായാലും സീറോ മലബാറായാലും ലിത്തിനായാലും അതെങ്ങനെ നമ്മൾ അംഗീകരിക്കുക? മറ്റ് ദൈവങ്ങൾ മനുഷ്യന്മാരുടെ ദൈവങ്ങൾ, ഭൂമകളൊക്കെ ഉണ്ട്, മുഖമുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ട്, ചെങ്ങുണ്ട്, വലിയ അമ്പലങ്ങളൊക്കെ ഉണ്ടാവുക, അവിടെ ചെയ്തോട്ടെ. നമ്മളവിടെ പോയി പൂജിക്കുമ്പോൾ അത് ഒന്നാം കൽപ്പനയ്ക്കും രണ്ടാം കൽപ്പനെതിരായ പാപമാണെന്ന് കൂടി ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശം നിർത്തുകയാണ്. ഈ വചനങ്ങൾ വായിക്കുക, അത് വായിക്കുക. സംഗീതം 115, 135, 10 കൽപ്പനകൾ, പഴയ നിയമത്തിലെ ചരിത്രങ്ങൾ, പുറപ്പാണ്ട് പുസ്തകത്തിലും ഡെവുട്രോണമി പുസ്തകത്തിലും നിയമാവതരണ പുസ്തകത്തിലും വായിക്കുക. ഒരുപാട് സത്യങ്ങൾ അവിടെയുണ്ട്. അതൊക്കെ തൊട്ടുപോലും തോണ്ടാത്ത ഷാജനും PC ജോർജേട്ടനും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് സഹതാപം തോന്നും. അതിനെ കൂട്ടുനിൽക്കുക, അത് തിരുത്താൻ പറ്റാത്ത വൈദികരും എത്ര വല്ലത് കാണുമ്പോൾ അതിലെ സങ്കടവും ദേഷ്യവും വരുന്നുണ്ട് എനിക്ക്. അത് നമ്മുടെ കടമയാണ്. തോമാസിയുടെ പാരമ്പര്യം പറയുന്നത്, തോമാസി എന്തിനാണ് പാലൂർ വന്നത്? ഞാനത് പറയാണ്. അവിടെ വന്നു, അവിടെ ആ പാലൂരിൻ്റെ അടുത്തുള്ള നാട്ടുകാരൻ ഞാൻ. എൻ്റെ കാരണന്മാർ പറഞ്ഞ് നമ്മളെ തോമാസിയുടെ മാമൂസ് മുങ്ങിയ ആ നമ്പൂതിരിമാരുടെ പേര് ഇതാണ്. അപ്പോൾ ഹൈന്ദവരോട് പറയാനുള്ളത്, അവിടെ ഇരുന്ന ആ നമ്പൂതിരിമാരുടെ മക്കളും അവിടെ അവകാശമാണ് സ്ഥലം, അല്ല നിങ്ങളുടെ ഹിന്ദുക്കളൊന്നും അല്ലത്. അവർ വിശ്വാസം മാറി. അപ്പോൾ അത് അവിടെയാണ്. ആ തോമാസിയുടെ സ്ഥലം കൊടുങ്ങല്ലൂർ 10-40 കിലോമീറ്റർ 30 കിലോമീറ്റർ ഉണ്ട്. അന്ന് കാലത്തൊക്കെ എങ്ങനെ പോയെന്ന് നമുക്ക് ചോദിച്ചാൽ അറിയില്ല. അവിടെ വന്നിട്ടുണ്ട് തീർച്ചയാണ്. അവിടെ യഹൂദന്മാരുടെ ഒരു കോളനി ഉണ്ട്, യൂതക്കുന്നെന്ന് പറയും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളാലായിരിക്കാം തോമാസി അങ്ങനെ അറിഞ്ഞു പിടിച്ച് അവിടെ വന്നത്. അപ്പോൾ അദ്ദേഹം മാമൂസ് മുക്കിയ അത്ഭുതങ്ങളൊക്കെ നമ്മൾ കേൾക്കാം. അത് 69 ഇറക്കിയ മാർ തോമാസ് എന്ന മലയാളം പടത്തിൽ P.A. തോമസ് പറഞ്ഞ മലയാള സംവിധാനം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ രൂപതയുടെ പരിപാടി ഉണ്ടാക്കിയ ദിദിമൂസ അതിലൊന്നും അത് കാണിച്ചില്ല. ഞങ്ങളുടെ നല്ലത് അത് സിനിമാറ്റീവ് കാണിച്ച് ശരിയാണ്, പക്ഷേ വേണ്ട കാര്യത്തിലുണ്ടായില്ല ഞങ്ങളുടെ തൃശ്ശൂർ രൂപത്തിൽ. അപ്പോൾ എല്ലാം ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായ ചരിത്രങ്ങൾ മറയ്ക്കാതെ കുറേ ഐതിഹ്യങ്ങളാണ് കേട്ടാലും എഴുതി വെച്ചിട്ടില്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനേക്കാൾ ഉപരിയായിട്ട് എന്തുകൊണ്ട് തോമാസ് അവിടെ വന്നു, എന്തു ചെയ്തു, എന്തുകൊണ്ട് നമ്പൂതിരിമാരും ബ്രാഹ്മണന്മാരും ഈശോ സ്വീകരിച്ചു, അവർ ക്രിസ്ത്യാനികളായി, അതാണ് നമുക്കുള്ള ഏറ്റവും സന്ദേശം. ആ സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് വിനീതമായി ഈ അപ്പസ്തലന്മാരുടെ തിരുനാൾ ആവുന്നതിന് മുമ്പ് ഉൾക്കൊള്ളണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം, ഈ സന്ദേശം ഞാൻ നിർത്തുകയാണ്. ഏതാണ്ട് 28 മിനിറ്റായിട്ട്. പ്രൈസ് ദി ലോർഡ്.